മറക്കാതിരിക്കുകയും ഒപ്പം തന്നെ എന്നും ഓർക്കുകയും ഒപ്പം തന്നെ നമ്മുടെ പല രീതിയിലുള്ള ദിവസേനയുള്ള സംസാരങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചകളിലോ ഒക്കെ അദ്ദേഹത്തിന് ഏതെങ്കിലും സിനിമയുടെ ഒരു ഡയലോഗോ കയറി പറ്റാത്ത ദിവസങ്ങൾ അപൂർവമായിരിക്കും മലയാളിയെ സംബന്ധിച്ചോളം. അത്രത്തോളം അദ്ദേഹത്തിന്റെ സിനിമകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മലയാളികളെ സ്വാധീനിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ പറയുമ്പോൾ ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും സലീം കുമാർ പറഞ്ഞു വെച്ച പല കോമഡി സംഭാഷണങ്ങളും ഒരു ഇടവേളയിൽ അല്ലെങ്കിൽ ഒരു വേളയിൽ ഉപയോഗിക്കാത്ത മലയാളികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അത്രത്തോളം മലയാളികളുമായി അവരുടെ ജീവിതവുമായി ചേർന്ന് നിന്ന ഒരു നടൻ കൂടിയാണ് സലീം കുമാർ. നാളെ വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 9 മണി മുതൽ പൊതുദർശനം നടക്കും. പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനം നടക്കുക. നമുക്കറിയാം ഈ തവണ UDF അധികാരത്തിലേറുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF വേണ്ടി പല മണ്ഡലങ്ങളിൽ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ മണ്ഡലങ്ങളിൽ സജീവമായി പോവുകയും പ്രചാരണത്തിനായി ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്ന ആളാണ് സലീം കുമാർ. ഇപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി VD സതീശന്റെ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹവുമായി ഏറെ വ്യക്തിപരമായ അടുപ്പമുള്ളതാണ്. ഏറ്റവും കൂടുതൽ സലീം കുമാറിന് പറവൂരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സ്വീകരണം നൽകിയപ്പോൾ നടൻ മോഹൻലാൽ അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ സജീവമായി ശാരീരിക ആവശ്യതകളെ അവഗണിച്ചുകൊണ്ട് സജീവമായി സലീം കുമാർ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഈ സിനിമയോടുള്ള താല്പര്യം എന്നതിലെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം UDF എന്ന് പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ് ഉണ്ടായിരുന്നത്. ആ സ്നേഹത്തിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു അദ്ദേഹം ഈ പറവൂരിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തത്. കോൺഗ്രസിന് വേണ്ടി ഒരു മണ്ഡലത്തിൽ മാത്രം പ്രചാരണത്തിന് ഇറങ്ങാനാണ് താൻ ആലോചിച്ചിരുന്നത്. പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. തനിക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ താൻ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രചാരണത്തിന് പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രചാരണത്തിന് ഇറങ്ങിയത് എന്നാണ് സലീം കുമാർ തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറവൂരിൽ മാത്രമല്ല, കളമശ്ശേരി അടക്കമുള്ള പലയിടങ്ങളിലും സലീം കുമാർ പ്രചാരണത്തിനായി ഇറങ്ങിയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നേടിയ മികച്ച നടൻ കൂടിയായിരുന്നു അദ്ദേഹം. 2010 അദ്ദേഹത്തിന് ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കൂടി അദ്ദേഹം നേടിയതാണ്. 2011 അദ്ദേഹത്തെ തേടി ഒരു ദേശീയ പുരസ്കാരം എത്തുകയും ചെയ്തത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല രീതിയിലുള്ള രസകരമായ സമയത്തും സംഭവങ്ങളിലും എല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ കഥാപാത്രമാണ് സലീം കുമാറിന്റെ കഥാപാത്രങ്ങൾ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുണ്ട്. മലയാളികളെ സ്വാധീനിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ചിരിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ ബാക്കി വെച്ചുകൊണ്ടാണ് ഇനി സലീം കുമാർ ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ മലയാളികൾ ഉൾക്കൊള്ളാൻ പോകുന്നത്. ഒരു വ്യക്തി ജീവിതം എടുക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വീട്ടുപേർ പോലും ലാഫിംഗ് വില്ല എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ചിരിയുടെ വീട് എന്നുള്ളതായിരുന്നു. അദ്ദേഹം ചിരിയുടെ ലോകത്ത് എത്രത്തോളം ഇഷ്ടപ്പെട്ട് നിന്നിരുന്നു ഒരു കൊമേഡിയൻ എന്ന നിലയിൽ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി. അദ്ദേഹത്തിന്റെ വീടിന് പോലും ചിരിയിലൂടെ നേടിയ വീടാണത്. അതുകൊണ്ട് ആ വീടിന് ലാഫിംഗ് വില്ല എന്നാണ് താൻ പേരിടുന്നതെന്ന് സലീം കുമാർ പറയുകയും ചെയ്തു. ആ വീടിന്റെ പേര് ലാഫിംഗ് വില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ മകൻ സന്ധു ഇപ്പോൾ സിനിമയിൽ സജീവമായി വരികയാണ്. മഞ്ഞുമൽ ബോയ്സിലൂടെയും ലോകയിലൂടെയൊക്കെ മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ച് മകനും സിനിമയിൽ സജീവമായി വരുന്ന സമയത്താണ് ഇപ്പോൾ സലീം കുമാറിന്റെ വിടവാങ്ങൽ എന്നുള്ളതാണ്. നിരവധി കഥാപാത്രങ്ങൾ മാട്ടുപ്പെട്ടി മച്ചാൻ, അങ്ങനെ മൈഡിയ കരടി തുടങ്ങി 1998-99 കാലത്ത് അദ്ദേഹത്തിന്റെ തുടക്ക സമയത്തിൽ ചെയ്ത സിനിമകൾ പോലും നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും അതിലെ ഓരോ കഥാപാത്രങ്ങളും നിൽക്കുന്നുണ്ട്. ആ സിനിമകളിൽ നിന്ന് മാറി ഓരോ തവണയും അദ്ദേഹം വരുമ്പോൾ കുറച്ചുകൂടി മികച്ചപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. ഇപ്പോൾ തെങ്കാശി പട്ടണത്തിലേക്കൊക്കെ എത്തുമ്പോൾ സലീം കുമാർ എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ സിനിമയുടെ മൊത്തം ഗതിയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു കഥാപാത്രമായി സലീം കുമാറിന്റെ കഥാപാത്രം മാറുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സിനിമകളും. ഇപ്പോൾ പറക്കം തളികയാണെങ്കിലും സുന്ദരപുരുഷനാണെങ്കിലും വൺമാൻ ഷോ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, സൂത്രധാരനാണെങ്കിലും അങ്ങനെ
പിന്നീട് അങ്ങോട്ട് വന്ന സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ ഒരു 2000-ത്തിന് ശേഷമാണ് ശരിക്കും സലീം കുമാർ എന്ന് പറയുന്ന ഒരു കൊമേഡിയന്റെ ഒരു ജൈത്രയാത്ര തുടരുന്നതെന്ന് പറയാം. കാരണം 2000-ത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അത്തരം ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട പല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത്. 2000-ത്തിന് ശേഷമാണ് ഇത് പറഞ്ഞ പോലെ ദിലീപ് സലീം കുമാർ കൂട്ടുകെട്ട് വളരെ സജീവമായ പല സിനിമകളും ആ രീതിയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ മീശ മാധവനാണെങ്കിലും പറക്കത്തള്ളിയാണെങ്കിലും അങ്ങനെ നമുക്ക് ചെസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തു പറയാൻ പറ്റും. ആ സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു 2000-ത്തിന് ശേഷം. അതിനുശേഷം അദ്ദേഹം ഒരു 2015 വരെ അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെ സജീവമായി അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ അസുഖബാധിതനാവുന്നത്. അസുഖബാധിതനായ ശേഷം അദ്ദേഹം സിനിമകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിരുന്നു. 2020-ന് ശേഷം വളരെ കുറച്ച് സിനിമകളിലാണ് സലീം കുമാർ വേഷമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പലവിധങ്ങളായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമകളിൽ വളരെ കുറച്ചാണ് വേഷമിട്ടിരുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യുകയും കൂടി ചെയ്തിരുന്നു. എന്തായാലും 2010 അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരവും ഒക്കെ നേടിക്കൊടുത്ത ആദാമിന്റെ മകൻ അബു പുറത്തിറങ്ങി. കൂടാതെ അച്ഛനുറങ്ങാത്ത വീട് അദ്ദേഹത്തിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്. അങ്ങനെ ഒരുപാട് സിനിമകൾ സലീം കുമാറിന്റെ ഒരു അഭിനയത്തിന്റെ മറ്റൊരു വശം കൂടി കാണിക്കുന്ന സിനിമകളായി നിരവധി സിനിമകൾ അങ്ങനെ പുറത്തിറങ്ങുകയും ചെയ്ത ആ ഒരു 15 വർഷക്കാലം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കഥാപാത്രം, ഒരു നടന വൈഭവമായി സലീം കുമാർ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തലമുറയിലെ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ, അതായത് മില്ലേനിയൽസിന് എല്ലാവർക്കും തന്നെ അവരുടെ കോമഡി കഥാപാത്രങ്ങളിൽ ജഗതിയുടെ ഒപ്പം ചേർത്ത് വെക്കുന്ന പേര് കൂടിയാണ് സലീം കുമാർ. ആ സലീം കുമാറാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. 56-ാം വയസ്സിലാണ് രോഗപ്രശ്നത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. നമുക്കറിയാം 56 വയസ്സ് എന്ന് പറയുന്നത് ഒരു നടന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ പ്രായമാണ്. ഒരു പ്രായത്തിലാണ് അദ്ദേഹം വിട പറയുന്നത്. നിരവധിയായ അസുഖങ്ങൾ തീർച്ചയായും ചെയ്തു. വെറും 56 വയസ്സ് മാത്രമാണ് പ്രായം. ഒരുപാട് സിനിമകളിലൂടെ എന്നും നമ്മുടെ ഓർമ്മകളിലെല്ലാം നിലനിൽക്കും എന്നുള്ളതാണ്. ഈ മലയാളികളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന തികച്ചും ഗൗരവമുള്ള ഉള്ളുലയ്ക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് മാറിയത് സലീം കുമാർ മാറിയത് മലയാള സിനിമയിലെ വലിയൊരു അത്ഭുതമായിരുന്നു. അത് എല്ലാ മലയാളികളും അത്ഭുതത്തോടെ തന്നെയാണ് നോക്കിയിരുന്നത്. ആദാമിൻ്റെ മകൻ അബു, അച്ഛനുറങ്ങാത്ത വീട്ടിൽ അച്ഛൻ, അതൊക്കെ ഇന്നും കാണുമ്പോൾ കണ്ണു നിറയ്ക്കുന്നതാണ്.